പിന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ വർഷമാണ് ഈ 2024. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. 2024 വീട്ടിൽ ഇരിക്കുമ്പോ ഭയങ്കരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങള് ഓവർ തിങ്ക് ചെയ്ത് ചിന്തിച്ച് വട്ടാവുന്നുണ്ട്. ശരിക്കും എനിക്കൊരു 5 മിനിറ്റ് കിട്ടിയ എന്റെ റിലേ പോക്ക സൈലന്റ് ആയിട്ടിരുന്ന ഞാൻ തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത്. ഇന്ന് ഞാൻ പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്ന കോലാഹലങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഇനി അത് ഓർപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ പ്രവീണിനെയും പ്രണവിനെയും അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയും പ്രവീണിന്റെ വൈഫായിട്ടുള്ള മൃദുലയും ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോ ഇവരുടെ 1 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ആ ഒരു കോലാഹലങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയതായിരുന്നു. ഇപ്പൊ 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ന്യൂ ഇയറിന്റെ തലേ ദിവസം 31-ാം തീയതി പ്രണവ് കൊച്ചു എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടിയിട്ട് അന്ന് രാത്രിയിൽ അവർ പുറത്തേക്ക് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തു. ആ ഒരു വീഡിയോ ഇന്നലെ വൈകുന്നേരം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ആദ്യമായിട്ട് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. വാല ഇന്നെന്തായാലും ഞാൻ ഇന്നലെ രാത്രി തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് വാല ഒരുപാട് പേര് ഇത് റിയാക്ട് ചെയ്യാൻ വരും. അപ്പോ ഞാനിത് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഈ പ്രവീണിന്റെയും പ്രണവിന്റെയും വീഡിയോ ഈ അടുത്തായിട്ട് 2 പേരുടെയും ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇന്നലത്തെ ഈ ഒരു വീഡിയോ കണ്ടു. അതിനുശേഷം ഇവരുടെ കമന്റ് ബോക്സ് നോക്കി. ഈ വീഡിയോയിൽ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, എന്തിനാണ് പ്രണവ് അല്ലെങ്കിൽ പ്രണവിന്റെ ആ ഒരു ഫാമിലി അച്ഛനമ്മ ഇവരൊക്കെ വീണ്ടും ജനങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയുന്നത് എന്നാണ് ഞാൻ ആദ്യമേ ചിന്തിച്ചത്. കാരണം ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇവരുടെ ഒരു ലൈഫില് ഈ അടുത്തായിട്ട് ഇവർക്കൊരു 2 ചേരി പോലെയാണ് ഒരു കുടുംബത്തിൽ തന്നെ. പ്രണവ് അച്ഛനമ്മ, അപ്പറേ പ്രവീണിന്റെ ഭാര്യ കുഞ്ഞ്. ഇതിപ്പോ ഒരാള് ഇവരുടെ ഒരു ചേരിയിൽ നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് എന്തെങ്കിലും ശോകം അവരുടെ ഫാമിലിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പുറേ നിൽക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഹെയ്റ്റ് സ്പ്രെഡ് ആവും. അവരെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അരി വറക്കാൻ ഒരുപാട് ആളുകൾ വരും. അതുകൊണ്ട് തന്നെ ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവര് 1 മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രണവിന്റെ ഈ ഒരു ചാനൽ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ചാനൽ വഴി ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇപ്പൊ ഇല്ല, അത് പ്രൈവറ്റ് ആണ്. ആ ഒരു വീഡിയോ അവരിട്ടു. അത് കഴിഞ്ഞ ഉടനെ പ്രവീണും വൈഫും മൃദുല ഇവര് ഒരു വീഡിയോ ഇട്ടു. ആ ഒരു വീഡിയോ പ്രവീണിന്റെ ചാനലിൽ വന്നപ്പോ തന്നെ ഒരുപാട് തെറികൾ. ഈ പ്രണവിന്റെയും പ്രവീണിന്റെയും അച്ഛനും അമ്മയ്ക്കും ഒന്നും വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് അവരെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഒരു അവസരങ്ങൾ എന്നല്ല സാഹചര്യങ്ങൾ ഇവരുണ്ടാക്കി. അതൊക്കെ മനസ്സിലായ ഇവരുടെ ഫാമിലി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ശോകങ്ങൾ വന്ന് ജനങ്ങളുടെ മുമ്പിൽ ഇവരുടെ ചാനൽ വഴി തന്നെ പറയാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസത്തെ, അതായത് ഇന്നലെ വൈകുന്നേരം ഇട്ട ആ ഒരു വീഡിയോയിലെ കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഇതിനകത്ത് വന്ന കുറച്ച് കമന്റ്സ്, ഇവരുടെ ഈ ഒരു വീഡിയോ കാരണം വീണ്ടും എല്ലാരും മറന്നിരുന്ന മൃദുല പ്രവീണിന്റെ വൈഫിലേക്കൊക്കെ ഒരുപാട് ഹെയ്റ്റ് പോവാണ്. എന്തിനാണ് ഇങ്ങനെ ആ പെൺകുട്ടിയുടെ നെഞ്ചത്തേക്കൊക്കെ എല്ലാരും കൂടെ ചെല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മാറും. ഇനിയിപ്പോ ഇവരുടെ ഭാഗത്തുനിന്ന്, പ്രവീണിന്റെ ഭാഗത്തുനിന്ന് ഇനി അവരുടെ ഒരു കേസ് പറഞ്ഞ് അവരുടെ ഒരു സൈഡ് പറഞ്ഞ് അവരൊരു അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇനി കുറെ പേര് ചെന്നിട്ട് പ്രണവിന്റെ അച്ഛനെ അമ്മയും തെറി പറയാനായിരിക്കും. ഇവര് തന്നെ പ്രവീൺ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾറെഡി പ്രവീണ് കാര്യം മനസ്സിലായി നിർത്തിയതാണ്. പ്രണവിന് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവന്ന് ഇട്ടത്, അല്ലെങ്കിൽ എന്തിനാണ് വന്നിരുന്ന ഈ ശോകമൊക്കെ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ലൈക്ക് അവരുടെ ആ ഒരു അവസ്ഥ അത് പറയുന്നതാണ്, നമുക്ക് മനസ്സിലാവും. അവർക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ അതുകൂടെ പറയുകയാണ്. പ്രണവിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പ്രോപ്പറായിട്ട് പ്രണവിന്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവർ ഈ കാണിക്കുന്നതൊക്കെ വേറൊരു പെർസ്പെക്റ്റീവ് കൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഇവർ ഈ കാണിക്കുന്നതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇപ്പൊ ചോദിക്കും, ഇവർ ഈ കാണിക്കുന്നതൊക്കെ എന്തോരം സത്യസന്ധമായിട്ടാണ്, ഇവർ പറയുന്നതിനകത്തൊക്കെ എന്തൊക്കെ സത്യങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല. ഇതൊക്കെ വെറും ആക്ടിങ് ആണോ ഒന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ഇതൊന്നും ആക്ടിങ് ആവില്ല. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് അവര് പ്രണവിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അയാള് ഫീൽ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ തന്നെ തോന്നി. പക്ഷെ എങ്കിലും ഞാൻ എന്റെ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ ഒരു ഫാമിലി വ്ളോഗേഴ്സിനെ ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ വിശ്വസിക്കില്ല. നമുക്കറിയില്ല, നമുക്ക് പേഴ്സണലി അവരെ അറിയില്ല. അതുകൊണ്ട് തന്നെ 2 പെർസ്പെക്റ്റീവിൽ നിന്ന് പറയണം. എന്തായാലും പ്രണവ് ഇട്ടിരിക്കുന്ന വീഡിയോ അത് നമുക്ക് കുറച്ചൊന്ന് കാണാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കാനുണ്ട്. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ഇപ്പൊ ഗൈസ് ഇന്ന് ഡിസംബർ 31 ഇന്നാണ് ന്യൂ ഇയർ. 1 വർഷത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. അതെ, ഇനി ഒരു പുതിയ തുടക്കം. എത്ര പെട്ടെന്നല്ലേ ഓരോ വർഷമൊക്കെ പോകുന്നത്.
അപ്പോൾ എന്തായാലും ഗൈസ് ഇന്ന് ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങോട്ടെങ്കിലുമാണ് സുഹൃത്തുക്കളെ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല. ഇല്ല, ഇതുവരെയും ഒരു പ്ലാനിങ്ങും ഇല്ല, ഒന്നിനും ഒരു പ്ലാനിങ് ഇല്ല. പക്ഷേ ഇറങ്ങി പോവുകയാണ്. എന്താന്ന് വെച്ചാൽ അപ്പോഴും കണ്ട വഴി. അതെ, ഏതാ വഴി എന്ന് വെച്ചാൽ അതാണ് വഴി. അമ്മയുടെ ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു 2024? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വർഷം ഈ 2024. അച്ഛൻ മരിച്ച ഇതായി, പിന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ വർഷമാ ഈ 2024. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. 2024 ആ ഒരു കുടുംബത്തിൽ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ ഒരു വർഷമാണ്. അതിനകത്ത് ഒന്ന് ആ അമ്മയുടെ അച്ഛൻ മരിച്ചത്, അത് കഴിഞ്ഞ് ഈ അടുത്ത് നടന്ന ആ ഒരു നഷ്ടം, സ്വന്തം മകൻ തന്നെ ഇപ്പൊ ആ വീട്ടിലില്ല. അത് ഏതൊരു അമ്മയ്ക്കാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ സഹിക്കാൻ പറ്റില്ല. അത് തന്നെ അമ്മയ്ക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ്. അപ്പൊ വീണ്ടും എന്റെ പ്രണവ് മോനെ നീ ആ ചോദിക്കേണ്ട, അത് നിന്റെ ഒരു വീഡിയോ, ഒരു കണ്ടന്റ്, നമ്മളിപ്പോ നമ്മുടെ കണ്ടന്റ് ആക്കുന്ന പോലെ നീ നിന്റെ കണ്ടന്റിന് വേണ്ടി നീ ചോദിച്ചതാണെങ്കിൽ തന്നെ എക്സ്പോസ്ഡ് ആവുകയാണ്. അത് ചോദിക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ അമ്മയുടെ ആ ഒരു വിഷമം കാണുമ്പോൾ ഒരു സൈഡിൽ ആൾക്കാർ വന്നിട്ട് പ്രവീൺ എന്ന് പറയുന്ന മകനെ തെറി പറയും. പ്രവീൺ എന്ന് പറയുന്ന മകനെ തെറി പറഞ്ഞില്ലെങ്കിൽ പ്രവീണിന്റെ വൈഫിനെ തെറി പറയും. അത് നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. എന്തിനാണ് പിന്നെ ഇങ്ങനെയുള്ള നല്ലൊരു ദിവസം വീണ്ടും, പ്രത്യേകിച്ച് നീ ചോദിച്ചതിനകത്ത് എനിക്ക് തെറ്റ് പറയാൻ പറ്റില്ല. നിങ്ങളുടെ എങ്ങനെയുണ്ട് അമ്മയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു 2024? അത് ആ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? അത് അമ്മയ്ക്കും അറിയാം എന്തോരം കഷ്ടത നിറഞ്ഞതായിരുന്നു, കാണുന്ന ജനങ്ങൾക്കും അറിയാം. നീ ചോദിക്കുമ്പം എന്താണെങ്കിലും അമ്മ അത് പറയും. പിന്നെ എന്തിനങ്ങനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു? നീയായിട്ട് ഇവിടെ വീണ്ടും തുടങ്ങുകയാണിത്. നമ്മുടെ ജീവിതം പൈസക്ക് വേണ്ടിട്ട് മാറ്റി വെക്കല്ലേ. നമ്മൾ എൻജോയ് ചെയ്യണം, നമ്മുടെ ലൈഫും കൂടെ എൻജോയ് ചെയ്യണം. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ എത്ര പൈസ കൊടുത്താലും, എനിക്ക് ഈ വർഷത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ട്. കുടുംബം, നമ്മുടെ സന്തോഷം, ഇത് എത്ര രൂപ കൊടുത്താലും നമുക്കത് കിട്ടത്തില്ല. നമുക്ക് ഇപ്പം കുറച്ച് പൈസ തരാം, എനിക്ക് സന്തോഷം താന്ന് പറയാൻ പറ്റുമോ? വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സന്തോഷം എന്ന് പറയുന്നത്. അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവമാണ്. ആ സന്തോഷം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ടൊന്ന് ചിരിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക, വിഷമങ്ങൾ വരുമ്പോൾ, ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ കരയുക. അത്ര സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും ലക്കി. ഓക്കെ, അപ്പോ നമ്മുടെ പ്രണവ് മോൻ പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ് അവൻ പറയുന്നതൊക്കെ. ചീത്തയാണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഇതൊന്നും ഒരു പുതിയ അറിവല്ല മോനെ. ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇതൊന്നും ഒരു പുതിയ അറിവല്ല, എല്ലാവർക്കും അറിയാം. പിന്നെ നീ പുറത്തേക്ക്, ഇവരിപ്പം ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് കാറും എടുത്ത് ജസ്റ്റ് പുറത്ത് റൈഡിന് പോവാണ്. അപ്പൊ കാറിനകത്തിരുന്ന് പ്രണവ് മോൻ അവന്റെ ജീവിതത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് പ്രവീണും പ്രണവും എല്ലാവരും ഒരേപോലെയാണ്. എനിക്കല്ലാതെ ഒരു തട്ട് മേപ്പോട്ട് അങ്ങനൊന്നും ഇല്ല. എനിക്ക് രണ്ടുപേരും ലൈക്ക് എന്റെ കണ്ടന്റ് ഇപ്പോൾ അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, പറയുന്നതൊക്കെ നല്ല കാര്യം പ്രണവ്. പക്ഷെ ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് അവന്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട് ഇല്ലേ? നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ അവന്റെ സ്ഥിരം വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്താ, നിങ്ങൾക്ക് ഒരു സങ്കടം തോന്നും. അയ്യോ പാവം, അവൻ ഫീൽ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അത് എനിക്കും അത് തോന്നി. പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യുന്നത് നമുക്ക് അത് കൊള്ളാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ ചെയ്യുന്നതാണെങ്കിലോ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോ? നമുക്കത് ഫീൽ ചെയ്യണം, അവന്റെ ആ ഒരു സങ്കടം നമുക്ക് ഫീൽ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവനത് പറയുവാണെങ്കിലോ? വേറൊരു പെർസ്പെക്റ്റീവ് ആണ് ഇതിന്റെ. അങ്ങനെയാണെങ്കിലോ? അതും കൂടെ ഒന്ന് ചിന്തിക്കണം കേട്ടോ എല്ലാവരും. ഇനിയിപ്പൊ അങ്ങനെയല്ല, അവൻ ശരിക്കും ഫീൽ ചെയ്ത് പറഞ്ഞതാണെങ്കിൽ പോലും അവൻ പറയുന്നതെല്ലാം ഉള്ള കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്ത കാര്യമൊന്നുമല്ല അവന്റെ ജീവിതത്തില്. പണം വേണം, പണം വേണ്ടെന്നൊന്നുമല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ കുടുംബം വേണം. അവന്റെ കുടുംബം ഇല്ല. ഇപ്പൊ അവനൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു ചേട്ടന്റെ. അവരെല്ലാരും കൂടെ വരുമ്പോഴാണ് ആ ഒരു കുടുംബം ഫുൾഫിൽ ആവുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാത്തതിന്റെ പെയിനും ഒക്കെ അവന് കാണും. ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം. രണ്ടും ഞാൻ പറയുകയാണ്. അപ്പൊ എന്താണെങ്കിലും ഇതൊന്നും നിനക്ക് വേറെ എന്തൊക്കെ കാണിക്കാമായിരുന്നു? 31-ാം തീയതി നിങ്ങൾ പുറത്തേക്ക് പോകുന്നു, അമ്മയോട് നീ ആദ്യമേ ചോദിച്ചു, അമ്മ പറഞ്ഞു സങ്കടം കാര്യങ്ങളും ഒക്കെ. അത് കഴിഞ്ഞ് കയറിയിരുന്ന് ഉപദേശം വേണ്ടായിരുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയില്ലെങ്കിൽ അതൊന്നും ഷൂട്ട് ചെയ്യാതെ വേറെ എവിടെയെങ്കിലും പോയി ഫയർ വർക്ക്സ് കാണുന്നതോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വേറെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണിക്കായിരുന്നു. ഇങ്ങനെയുള്ള ടോക്കിലേക്ക് നിങ്ങൾ പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം, അവിടെ അപ്പുറത്തെ ചേരിയിലെ ആളുകൾ എക്സ്പോസ്ഡ് ആവും. തെറി വിളി നല്ല കനത്തിൽ അവർക്ക് കിട്ടും. എന്തിന്? അതിന് ഒരു വഴി ഒരുക്കുന്നു. ഫാമിലി വ്ളോഗേഴ്സ് ആണ് നിങ്ങൾ, നമ്മുടെ നെഞ്ചത്തോട്ട് മാത്രം കയറിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തെറിവിളിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. കുറച്ചും കൂടെ അമ്മയെ കാണും, അമ്മയുടെ കൈക്ക് പോയി 2 അടി അടിക്കും, ചള്ളക്ക് ഒരു പിച്ചൊക്കെ പിച്ച് ഒന്ന് നുള്ളി കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് എന്റെ ആ ഒരു ഫൺ ക്യാരക്ടർ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു കേസ്. ഞാൻ പോലും അത് അറിഞ്ഞില്ല.
ശരിക്കും അമ്മ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ രാവിലെ വരുമ്പോ ഇങ്ങനെ കാര്യമില്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ, അത് ഞാൻ പോലും അറിയുന്നില്ല. എന്റെ ക്യാരക്ടർ മാറുന്നത് എനിക്കറിയില്ല. മനുഷ്യന്മാർ അങ്ങനെയാണ്, നമ്മളെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ മാറും. പല കാര്യങ്ങൾ, എന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, എന്റെ A to Z ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പഴയ പോലെ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി, ഒരുപാട് മാറിപ്പോയി. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവർക്ക് രണ്ടുപേർക്കും. ഞാൻ സംസാരിച്ച് തുടങ്ങിയത് ചടങ്ങെത്തുന്നതാണ്, ഇപ്പൊ നിലമേലെത്താറായിട്ടുണ്ട്. കിളിമാനൂരെത്തും. വീട്ടിൽ ഇരിക്കുമ്പോ ഭയങ്കരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങള് ഓവർ തിങ്ക് ചെയ്ത് ചിന്തിച്ച് വട്ടാവുന്നുണ്ട് കേസ്. ശരിക്കും എനിക്കൊരു 5 മിനിറ്റ് കിട്ടിയ എന്റെ റിലേ പോക്ക സൈലന്റ് ആയിട്ടിരുന്ന ഞാൻ തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത്. ഇന്ന് ഞാൻ ഒരു 5 മിനിറ്റ് എങ്കിലും കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചിന്തിച്ചു പോവും. അങ്ങനെയാണ്. ഞാൻ മാക്സിമം വ്ളോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇനി തൊട്ട്. എൻ്റെ ഒരു പഴയ ക്യാരക്ടർ എങ്ങനെയാണോ അത് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്. അത് പറ്റിയായിരിക്കും. ഇപ്പൊ പ്രണവ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുകയാണെങ്കിൽ പ്രണവിനോട് ജസ്റ്റ് പറയാനുള്ളത്, ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടണ്ട. നിങ്ങൾക്ക് തന്നെ അത് പ്രശ്നമായി മാറും. പിന്നെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടുന്ന പോലെ തന്നെ ഉള്ളൊരു പ്രശ്നമാണ് നിങ്ങൾക്കും എമ്മക്കും എല്ലാവർക്കും ഉണ്ടേ. അത് ആ ഒരു പ്രശ്നം പോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ അവിടെ പണി നടക്കും. ഓൾറെഡി നിങ്ങൾക്കത് കിട്ടിയതാണ് അല്ലേ? വീണ്ടും നിങ്ങൾ വരുമ്പോൾ പേരോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പറയുന്നില്ലെങ്കിലും അറിയാം, നിങ്ങളുടെ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയാം എന്താണ് പ്രശ്നമെന്ന്. അപ്പൊ വന്ന് നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അപ്പുറത്തെ ചേരിയിലെ ആൾക്കാർക്ക് നല്ല രീതി കിട്ടുവടേ. നിങ്ങളുടെ കമന്റ് ബോക്സ് നോക്കത്. എന്തിന് നിങ്ങൾ വീണ്ടും അതിന് വഴിയൊരുക്കി കൊടുക്കുന്നു? ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ ഒരു ടോപ്പിക്കേ നിങ്ങൾ അവിടെ സംസാരിക്കണ്ടായിരുന്നു, ഒരു രീതിയിലും സംസാരിക്കണ്ടായിരുന്നു. നേരെ മറിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കണമായിരുന്നേ. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കമന്റ് ബോക്സ് ഇങ്ങനെയായി കിടക്കുന്നത്. ഫസ്റ്റ് കമന്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവരുടെ സംസാരത്തിലൊക്കെ അവരെ മിസ് ചെയ്യുന്ന പോലെയുണ്ട്, പക്ഷെ അവർക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. 2200 ലൈക്കാണ് ആ കമന്റ് വന്നിരിക്കുന്നത്. അതായത് ഇവരുടെ ഈ ഒരു വീഡിയോയിലൊക്കെ ഇവർക്കൊരു മിസ്സിങ് സാധനങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ മൃദുലയുടെയും പ്രവീണിന്റെയും ചാനലിൽ, അവരുടെ പ്രവീണിന്റെ ചാനലിൽ അങ്ങനെയുള്ള മിസ്സിങ് ഒന്നുമില്ല. കാരണം അവർക്ക് അവിടെ കുട്ടിയുണ്ട്, അവരവരുടെ ഡെയിലി ഡാൻസും പരിപാടികളും പിന്നെ അവരുടെ വ്ളോഗും പരിപാടിയായിട്ട് അവർ പോവാണ്. അതുപോലെ തന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ ഒരു റീല്, പ്രവീണിന്റെ ഒരു റീലിനകത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ആ വീഡിയോ മൊത്തം കണ്ടില്ല, അതുകൊണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർ ഒരു ഹൗസ് വാമിങ്ങിന്റെ ഒരു വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട്, ഒരു ഷോർട്സിലാണ് ഞാൻ കണ്ടത്. അച്ഛനും അമ്മയും വന്നതിനെ പറ്റിയൊക്കെ പ്രവീൺ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അവർക്ക് അതിനകത്ത് സന്തോഷമായതും കാര്യങ്ങളും ഒക്കെ അവരത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു, ഒരു റീലിൽ തന്നെ കണ്ടു. ഈ പ്രവീണും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പ്രവീൺ അച്ഛൻ അമ്മ വന്ന് കുഞ്ഞിനെ എടുക്കുന്നു, ഈ പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നേ. സോ അവരും പറയുന്നുണ്ട്. പിന്നെ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, അവരവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇവർക്ക് ഇത്രയും സങ്കടം വരണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും സങ്കടം ഇവർക്ക് മാത്രം വരുന്നത്? ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അതുകൊണ്ടാണോ ഇത്രയും സങ്കടം വരുന്നത്? അത് മാത്രമല്ല, അകത്ത് സ്നേഹമുള്ളവർക്ക് അതൊരു പെർസ്പെക്റ്റീവ് മാത്രം കേട്ടോ. ഞാൻ 2 സൈഡും ഇവിടെ പറയുന്നുണ്ട്. ഇനി ഒരു സൈഡേ പറഞ്ഞൊന്നും പറഞ്ഞാൽ ആരും എന്റെ അഞ്ചത്ത് കയറണ്ട. ഒരു സൈഡ്, നമ്മൾ എപ്പോഴും 2 സൈഡ് നോക്കണുള്ളൂ. ഇച്ചിരി ഊഴ്ന്നിറങ്ങി ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് തന്നെ പറഞ്ഞത്. ഇവർക്ക് ഇത്രയും സങ്കടം വരാൻ ഇവരുടെ ഭാഗത്താണോ തെറ്റുകൾ കൂടുതൽ? ഇനി അതല്ല എങ്കിൽ ഇച്ചിരി സ്നേഹം കൂടുതലുള്ളവർക്കും ഫീൽ ചെയ്യും, കൂടെ ഉണ്ടായിരുന്നവർ പോയി കഴിയുമ്പോൾ. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വന്ന് പറയുമ്പോൾ കമന്റ് ഇങ്ങനെയും വരും. ഇവർ ഇങ്ങനെ ചിരിച്ചും കളിച്ചും വീഡിയോ ഇടുന്നുണ്ടെങ്കിലും മനസ്സിൽ നല്ല സങ്കടമുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കൊച്ചുവിന് പ്രവീണെ നല്ല പോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇവൻ ഇത് അഭിനയമാണെന്ന് ആരും പറയണ്ട. ഇവരുടെ ഡെയിലി വ്ളോഗ്സ് കാണുന്നവർക്കറിയാം അവർ എങ്ങനെയായിരുന്നുവെന്ന്. ഈ വർഷം എല്ലാം ശരിയാവും. ഹാപ്പി ന്യൂ ഇയർ. അപ്പം ചില ചേട്ടന്മാരോടും ചേച്ചിമാരോടുമാണ് വളരെ മാന്യമായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്ന ആളുകളായിരിക്കാം. നിങ്ങൾ എൻ്റെ ആണെങ്കിലും ഇപ്പൊ വേറെ ഏതെങ്കിലും, ഇവരുടെ നോക്കണ്ട, വേറെ ഏതെങ്കിലും ഫാമിലി വ്ളോഗേഴ്സിന്റെ ഡെയിലി വീഡിയോ കാണുന്നവരായിരിക്കാം. ഈ ഫാമിലി വ്ളോഗേഴ്സ് അവരുടെ വീഡിയോ വഴി നിങ്ങളെ കാണിക്കുന്നതെല്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? അതാ എന്റെ ചോദ്യം. എന്താ നമുക്ക് എല്ലാവർക്കും ഇത്ര ഉറപ്പെന്താ? അവരവരുടെ ജെനുവിൻ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അതായിരിക്കത്തില്ല. എന്തോരം ഞാൻ കേട്ടിട്ടുണ്ട് ചില ഫാമിലി വ്ളോഗേഴ്സ് പറയുന്നത്, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ. ചില ഫാമിലി വ്ളോഗേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സിന്റെ വായിൽ നിന്ന് തന്നെ വീണതാണ്. ഞാൻ ആരുടെ പേരൊന്നും ഇവിടെ പറയുന്നില്ല.
ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നുള്ളൂ, അതല്ലാതെ എല്ലാം ഒന്നും കാണിക്കുന്നില്ല. ഒരു ഫാമിലി വ്ളോഗറിന്റെ വായിൽ നിന്ന് വീണതാണത്. എടോ ചിലപ്പോ അങ്ങനെ ആയിക്കൂടെ ബാക്കി എല്ലാവരും എല്ലാം നിങ്ങളെ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഇവിടെ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളെ പോലും നമുക്ക് ശരിക്കും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ കാണുന്ന ഞങ്ങളെ പലരെയും ഒരു പരിധി ഡെയിലി കാണുന്നെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ ഒരിക്കലും ആരെയും വിശ്വസിക്കരുത്. ഇന്ന് നമ്മുടെ കൂടെ ഒരാളെ, ഞാനത് നേരത്തെ പറഞ്ഞ കൂടെ നിൽക്കുന്ന വർഷങ്ങളായിട്ട് കൂടെ താമസിക്കുന്ന ആളെ പോലും മനസ്സിലാക്കാൻ പലർക്കും പറ്റാറില്ല. അപ്പൊ വീഡിയോയുടെ കാണുന്നെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് മറ്റേ കണ്ണും അടച്ച് വിശ്വസിക്കുകയൊന്നും ചെയ്യരുത്, മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ നാളെ നിങ്ങൾ തന്നെ മാറ്റി തെറി പറയേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. അടുത്ത കമന്റ്, മൃദുല ഫുൾ അഭിനയം വെറുത്തുപോയി. ഇവിടെയാണ് പണി തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കറങ്ങിത്തിരിഞ്ഞ് മൃദുലയുടെ നെഞ്ചത്തോട്ട് വാരും. കൊച്ചു നീയാണ് ശരി, അച്ഛനും അമ്മയും ഹാപ്പി ആക്കുക. നിങ്ങൾക്ക് വിഷമമുണ്ട്, മറ്റേവർക്ക് ഹാപ്പി. മാതാപിതാക്കൾ അടിക്കും, ചീത്ത പറയും, എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒക്കെ ശരിയാകും. അവർ നിങ്ങളുടെ അടുത്ത് വരും, മനുഷ്യരാണെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഹേ മനുഷ്യ, നല്ലവനായ മനുഷ്യ, ഈ കമന്റ് ഇട്ട ആരാണെങ്കിലും, നിങ്ങൾ ഇവരുടെ 1 മാസം മുമ്പുള്ള പ്രശ്നം നടന്നപ്പോൾ നിങ്ങൾ ചിലപ്പം പ്രവീണും മൃദുലയും കൂടെ ഇട്ട ഒരു വീഡിയോ ഉണ്ട് അവരുടെ ചാനലിനകത്ത്, മറ്റേ കരഞ്ഞ്. അന്ന് ആ സാധനം വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പ്രണവിന്റെ ചാനൽ പ്രണവ് ഇട്ട വീഡിയോ അടി മൊത്തം തെറിയായിരുന്നു, മൊത്തം തെറി. മനസ്സിലായില്ലേ? അന്നൊരു 99.9% ആളുകളും പ്രവീണയും മൃദുലയും സപ്പോർട്ട് ചെയ്ത് വന്നു. ഇന്ന് ഈ ഒരു പ്രണവിന്റെ അതിനകത്ത് വന്ന് കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്ത പല ആളുകളും അന്ന് പ്രവീണിനെ മൃദുലയെ സപ്പോർട്ട് ചെയ്ത് വന്നു. മനസ്സിലായില്ലേ? നേരെ മറിച്ച് അത് തിരിഞ്ഞു. അത് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാ. അന്ന് അവരെ പോയി സപ്പോർട്ട് ചെയ്തു, ഇന്ന് വന്നിട്ട് ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയുണ്ട് കുറെ ആളുകൾ. ചിലവര് ഇല്ല കേട്ടോ, പേഴ്സണലി ഡിഫറെന്റ് ആയിട്ട് ഇവരെ രണ്ടുപേരെ സ്നേഹിക്കുന്ന ആളുകളും ഉണ്ട്. ചിലരെ പ്രവീണ മൃദുലയാണ് ഇഷ്ടം, ചിലർക്ക് പ്രണവിനെയാണ് ഇഷ്ടം. അങ്ങനെ മാത്രം അവരെ മാത്രം വിശ്വസിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ മറുകണ്ഠം ചാടുന്ന കുറെ ആളുകളും ഉണ്ട്. നമ്മൾ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് 2 പെർസ്പെക്റ്റീവും പറയുന്നത്. ഞാനിവിടെ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ നിങ്ങളും കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ചുമ്മാ കയറി ഇങ്ങനെ മൃദുല അങ്ങനെ ഇവരിങ്ങനെ 2 സൈഡും തിങ്ക് ചെയ്യുക. വീഡിയോ കണ്ടപ്പോൾ ശരിക്കും സങ്കടമായി പോയവർ പോട്ടെ, അവർ നിങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നില്ല. അവർ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. ഹാപ്പിയായി ജീവിക്കൂ. അച്ഛനെയും അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ലതേ വരൂ. മൃദുല വന്ന് കയറി കുടുംബം കൊലക്കി. എന്ത് നല്ല ഫാമിലി ആയിരുന്നു. ഇങ്ങനെ ഈ ഒരു കമന്റ്, അതായത് മൃദുലയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, മൃദുലയുടെ ദേഹത്തോട്ട് ചെന്ന് ഇടിച്ചു കയറുന്ന കമന്റ് വളരെ അധികം ഉണ്ട്. പ്രണവിനോടാണ് എനിക്ക് പറയാനുള്ളത്. പ്രണവ്, ഇതാണ് സംഭവിക്കുന്നത്. ദൈവത്തെ ഒത്ത് താങ്കളാവുന്ന മനസ്സിലാക്കണം. എന്നിട്ട് ഇനി കഴിഞ്ഞു 1 മാസം മുമ്പ് കഴിഞ്ഞതാ, വീണ്ടും ഇപ്പൊ ഈ ന്യൂ ഇയറിന്റെ വീഡിയോയ്ക്കകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. വീണ്ടും ആ പ്രവീൺ പിന്നെയും പോട്ടെ, ഒരു കുഞ്ഞുണ്ട് അവിടെ, ഒരു സ്ത്രീ ഉണ്ട്, അവരെ പിന്നെയും വലിച്ചടയ്ക്കാതിരിക്കുക. ആ ലേഡി എന്തിനാണ് തെറി പറയാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്? അങ്ങനത്തെ പരിപാടികൾ ചെയ്യാതിരിക്കുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അവരുടെ സ്ഥിരം വ്യൂവേഴ്സ് കാണും. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. എൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ 2 പെർസ്പെക്റ്റീവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും പറയുക. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.